ഞാൻ മിണ്ടിയില്ലെങ്കിൽ ഇവിടുത്തെ ജോലിയൊന്നും നടക്കത്തില്ലല്ലയോ? ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ. എല്ലാത്തിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. என்ன பாரு அம்மா இப்படி எல்லாம் சொல்லிட்டு போனாங்க? എന്ത് சொல்லினு? ஜோலிக்காரி அப்படி எல்லாம் சொன்னாங்கல்ல? അത് ചുമ്മാ. சும்மாவா? കനകം, ഞാൻ നിന്നെ പറ്റി ഇങ്ങനൊന്നും അല്ല വിചാരിച്ചിരുന്നത്. ഞാൻ ഇവിടുത്തെ ജോലിക്കാരി അല്ലയോ? കൊള്ളാം എന്തായാലും. பாரு என்ன அம்மா இப்படி எல்லாம் சொல்லிட்டு போறாங்க? நீ என்ன சொல்லி கொடுத்த? முதல்ல அது சொல்லு. ആന്റി അല്ലേ പറഞ്ഞേ അമ്മൂമ്മ മിണ്ടിയില്ലെങ്കിൽ ഇവിടുത്തെ ജോലിയൊന്നും നടക്കത്തില്ലെന്ന്. ஐயோ, நீ அப்படியா சொல்லி கொடுத்த? நான் அப்படி சொல்லல. நான் சொன்னது ആന്റി വേണ്ട, ഞാൻ സോൾവ് ആക്കി തരാം. ഞാൻ ഇരിക്കല്ലേ. അമ്മൂമ്മ വയ്യേ? നിനക്ക് പോയേ ഒരിടത്ത് മനസ്സമാനത്തോടെ കിടക്കാൻ സമ്മതിക്കത്തില്ലയോ? അമ്മൂമ്മ എന്താ? കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം എടുക്കണ്ടേ? തീരുമാനം ഉണ്ടാക്കിക്കോ. ഞാൻ നാളെ പടവലത്ത് പോവുക. പടവലത്ത് പോണോ? ആ, പടവലത്ത് പോവാന്ന്. അതെ അമ്മൂമ്മ, ആ കനാൻറ്റി ഇപ്പൊ മധുരയ്ക്ക് പോവാ. പൊക്കോട്ടെ. കനകത്തിന്റെ വീട് എവിടെയല്ലേ? മധുരയിലല്ലയോ? സ്വന്തം വീട്ടിൽ പോകുന്നതിനെന്താ? പൊക്കോട്ടെ. കനാൻറ്റി പോകുന്നതിന് അമ്മൂമ്മയ്ക്ക് വിഷമമൊന്നുമില്ല. ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? കനാൻറ്റി വേണ്ട ഇറങ്ങാൻ നിൽക്കുക. നീ കാര്യമായിട്ട് പറഞ്ഞു തന്നോ? കാര്യായിട്ട്. ശരിക്കും അവള് പോകുന്ന തന്നെ? ആ, ശരിക്കും പോവാന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഇപ്പൊ എന്നോട് പറയേണ്ട കാര്യം എന്തുവാ? ഞാൻ ഇവിടുത്തെ ആരെങ്കിലും ആന്നോ? എന്നോട് പറയേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് അവളെവിടെ? അവിടെ ഇപ്പുണ്ട്. കനകം, കനാൻറ്റി അമ്മ വിളിക്കുന്ന. என்னம்மா? നീ മധുരയ്ക്ക് പോകാൻ തീരുമാനിച്ചോ? இல்லையே. കനാൻറ്റി അല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ മധുരയ്ക്ക് പോന്നെന്ന്? அம்மா, அது நான் பாருட்ட சொல்லியிருந்தேன் நான் மதுரைக்கு போறேன்னு. ചൊല്ലിയിരുന്നു. അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചു. എന്നോടൊന്നും പറയണ്ട. അതെങ്ങനാ? ഞാൻ നിന്റെ ആരുമല്ലല്ലോ, എന്നോടൊന്നും പറയണ്ടല്ലോ. அம்மா, அது நான் சும்மா சொன்னது. ചുമ്മാ സ്വന്തമൊന്നും അല്ല. നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മറന്നു വരുമായിരുന്നു. ഇനി നിനക്ക് ഇഷ്ടം എങ്ങനാന്ന് വെച്ചാ അതുപോലെ ആയിരിക്കും. ഞാൻ ഒന്നും മിണ്ടാൻ വരുന്നില്ല. അതെ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി എന്നോട് പറയുക, അല്ലാതെ മധ്യസ്ഥൻ ആളെ വീഴ്ത്തരുത്. നിനക്ക് ഇപ്പോഴെന്നെ മനസ്സിലായിട്ടില്ല? മാറി വെച്ചേ അങ്ങോട്ട്. என்ன பாரு, என்ன நீ சொல்ல அம்மேட்ட? ഞാൻ വിചാരിച്ചു ഇങ്ങനൊക്കെ പറയുമ്പോ അമ്മൂമ്മയുടെ പിണക്കം മാറും. സാധാരണ ഈ വീട്ടിൽ ഇങ്ങനെ சின்னதா இருக்கிற பிரச்சனையை நீ பெருசு பண்ணிட்ட, அவ்வளவுதான். പെരുസൊന്നും ആയിട്ടില്ല. ഞാൻ ഡീൽ ചെയ്ത് തരാം. ആന്റി എന്നെ ഒന്ന് നമ്പ്. நம்புறது இவ்வளோ ஆச்சு. ஷோ, ആന്റി ഇപ്പൊ പോ, ഞാൻ ആലോചിക്കാം.